നമസ്കാരം. ഇന്ന് സംഭവിച്ച പ്രധാന വാർത്തകൾ നോക്കാം. വീട് വളഞ്ഞ് അറസ്റ്റ്. സെക്രട്ടേറിയറ്റ് മാർച്ചിനിടെ ഉണ്ടായ സംഘർഷത്തിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നു. രാഹുലിന്റെ വൈദ്യപരിശോധന വീണ്ടും നടത്താൻ കോടതി നിർദ്ദേശിച്ചു. രാഹുലിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. അതുവരെ പോലീസ് കസ്റ്റഡിയിൽ വയ്ക്കാനും നിർദ്ദേശം. വഞ്ചിയൂർ കോടതിയാണ് ജാമ്യഹർജി പരിഗണിക്കുന്നത്. ഇന്ന് പുലർച്ചെ അടൂരിലെ വീട്ടിൽ നിന്നാണ് കന്റോൺമെന്റ് പോലീസ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തത്. വീട് വളഞ്ഞ് ഭീകരാന്തരീക്ഷമുണ്ടാക്കി പോലീസ് രാഹുലിനെ പിടിച്ചുകൊണ്ടുപോവുകയായിരുന്നുവെന്ന് മാതാവ് പ്രതികരിച്ചു. കൊന്നിട്ടോ മറ്റു രീതിയിലോ ഒളിവിലിരിക്കുമല്ലോ. ഇവർക്ക് പിടിക്കാനാണെന്നെങ്കിൽ ഇന്നലെ കൊല്ലത്തുനിന്ന് തന്നെ പിടിച്ചെടുത്തോണ്ട് പോകാനാണ്. അവരിത് മുൻകൂട്ടി കണ്ട് തീർച്ചപ്പെടുത്തി വന്ന് വീട് വളഞ്ഞ് കൊണ്ടുപോകേണ്ട കുറ്റകൃത്യങ്ങളൊന്നും രാഹുൽ ഇതുവരെ ചെയ്തിട്ടില്ല. പിന്നെ ഇതിനകത്ത് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്താണ് കിംസ് ഹോസ്പിറ്റൽ. ഒരാഴ്ച കൊണ്ട് കിംസ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണ്. എന്തുകൊണ്ട് അവർക്ക് അവിടെ ചെന്നെടുത്തോണ്ട് കൂടായിരുന്നു? എനിക്കന്ന് വന്ന വഴിക്ക് എടുത്തുകൂടായിരുന്നു. ഇവർ ഇന്ന് രാവിലെ കാണിച്ച പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അതിന് ഇത് രാവിലെ കൂടി വന്നിട്ട് എന്തുവാന്ന് വെച്ചാൽ ഞാൻ തീരുമാനിക്കും. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിനെ തുടർന്ന് സംസ്ഥാന വ്യാപകമായി ശക്തമായ പ്രതിഷേധമുണ്ടായി. വൈദ്യപരിശോധനയ്ക്ക് ശേഷം രാഹുലിനെ ഫോർട്ട് ആശുപത്രിയിൽ നിന്നും പുറത്തിറക്കുന്നതിനിടെ പോലീസ് വാഹനം പ്രവർത്തകർ തടഞ്ഞു. കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ മാധ്യമപ്രവർത്തകരോട് പ്രതികരിക്കുന്നത് തടഞ്ഞതിന് രാഹുൽ മാങ്കൂട്ടത്തിലും പോലീസും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. എന്റെ വീട്ടിൽ വെളുപ്പാങ്കാലത്ത് നിങ്ങൾ വീട് വളഞ്ഞ് എന്റെ ബെഡ്റൂമിന്റെ വാതിൽ വിട്ട് നിങ്ങൾ വന്നപ്പോൾ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ ഇതിനോട് സഹകരിച്ചില്ലേ? നിങ്ങൾ ഫോഴ്സ് ഉപയോഗിച്ചൊന്നും കൊണ്ടുപോകും. മാറുന്നേ ഞാൻ കയറത്തില്ലേ? അങ്ങനെ അറസ്റ്റിന് പിന്നാലെ പലയിടത്തും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. ചവറ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. കൊല്ലം ചന്ദനത്തോപ്പിലും കണ്ണൂരിലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ദേശീയപാത ഉപരോധിച്ചു. പാലക്കാടും പത്തനംതിട്ടയിലും മലപ്പുറത്തും പ്രതിഷേധമുണ്ടായി. അറസ്റ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി UDF നേതാക്കൾ രംഗത്തെത്തി. എന്നാൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടിയെന്ന് LDF കൺവീനർ EP ജയരാജൻ ന്യായീകരിച്ചു. പ്രസിഡന്റിന്റെ വീട്ടിൽ കയറി പോലീസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിന്റെ തക്കതായ തിരിച്ചടി ഈ സർക്കാരിനുണ്ടാവും എന്ന് വളരെ വിനയത്തിൽ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. വരട്ടെ, വീട്ടിലേക്ക് വരട്ടെ. ഇവർ വീട്ടിൽ കയറിയാണ് അറസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്യട്ടെ. ഈ കേസിൽ ഒന്നാം പ്രതി ഞാനാണല്ലോ. വരട്ടെ, നമുക്ക് കാണാന്നേ. ആരെയാണ് ഇദ്ദേഹം പേടിപ്പിക്കുന്നത്? പിണറായി വിജയനെതിരെ സംസാരിച്ചാൽ, സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ചാൽ, കരിങ്കൊടി കാണിച്ചാൽ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരം, ധാർഷ്ട്യം കേരള പോലീസിനുണ്ടായിരിക്കുകയാണ്. ഇതിനെ ജനകീയ പിന്തുണയോടെ ഇതിനെ ഞങ്ങൾ നേരിടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഇത് ഭരണകൂട ഭീകരതയാണ്. ഇങ്ങനെ അക്രമത്തിന് പ്രോത്സാഹിപ്പിക്കുക, വടിയും കല്ലുമൊക്കെ എടുത്ത് പോലീസിനെ ആക്രമിക്കുക, ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ അതിനെതിരായി പോലീസിന് കേസെടുക്കേണ്ടി വരും, നിയമപരമായ നടപടിയെടുക്കേണ്ടി വരും. ആര് നടത്തിയാലും അക്രമത്തിനെതിരെ നടപടിയെടുക്കേണ്ടി വരും. അത് ആളെ നോക്കിയിട്ടല്ല, അവർ ചെയ്ത കുറ്റം നോക്കിയിട്ടാണ് പോലീസ് നടപടി. ആ നടപടിയുടെ ഭാഗമായിട്ടുള്ള കേസുകൾ ഉണ്ടാകും, നടപടി ഉണ്ടാകും. MG പ്രതീഷും സജോ ദേവസ്യമാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ആദ്യം MG പ്രതീഷിലേക്ക്. പ്രതീഷ്, കൂടുതൽ വിശദമായ മെഡിക്കൽ പരിശോധന
രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെത് നടക്കട്ടെ എന്ന് കോടതി പറയാനുള്ള സാഹചര്യം എന്താണ്? വേണു, ഈ കേസുമായി ബന്ധപ്പെട്ട ഉച്ചയ്ക്ക് തന്നെ പ്രതിഭാഗത്തിന്റെയും പ്രോസിക്യൂഷന്റെയും വാദം കോടതി കേട്ടതാണ്. അതിനുശേഷം 4 മണിക്കാണ് ജഡ്ജി ചേംബറിലെത്തിയത്. ഇതിൽ പ്രധാനമായും പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളിലൊന്ന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നതാണ്. നേരത്തെയും ഈ കേസന്വേഷണവുമായി പോലീസുമായി കൃത്യമായി സഹകരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം അനുവദിക്കണം, ആ ട്രീറ്റ്മെന്റുമായി മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ കോടതി അറിയിച്ചത്. നേരത്തെ ഫോർട്ട് ആശുപത്രിയിൽ രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. അതിന് പിന്നാലെയാണ് ഈ ആവശ്യം കൂടി പ്രതിഭാഗം ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് വിശദമായ വൈദ്യപരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വഞ്ചിയൂർ കോടതിയിലുള്ള രാഹുലിനെ വൈദ്യപരിശോധനയ്ക്ക് ആശുപത്രിയിലേക്ക് മാറ്റും. വിദഗ്ധ പരിശോധന നടത്തിയ ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ അന്തിമ തീരുമാനം എടുക്കുക. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ ജാമ്യാപേക്ഷയെ ശക്തമായി പ്രോസിക്യൂഷൻ എതിർക്കുന്നുണ്ട്. കാരണം ഒരു തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിന് ജാമ്യം നൽകരുത് എന്നുള്ളൊരു വിശദീകരണമാണ് നിലവിൽ പ്രോസിക്യൂഷൻ നൽകിയിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആഹ്വാനങ്ങൾ പലതും കൂടുതൽ ആക്രമണങ്ങൾക്ക് കാരണമായെന്നും അത് അണികൾക്കും മറ്റ് പ്രതികൾക്കും പ്രോത്സാഹനം നൽകി എന്നതുമാണ് പ്രധാനമായും പ്രോസിക്യൂഷൻ ഇന്ന് കോടതിയിൽ പറഞ്ഞ കാര്യം. മാത്രമല്ല, ഈ സംഘർഷം നടക്കുന്ന എല്ലാ ഇടങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം ദേഹോപദ്രവം ഏൽപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. നടന്നത് ഒരു പ്രതിഷേധമായിരുന്നില്ല, മറിച്ച് ആക്രമണമായിരുന്നു സെക്രട്ടേറിയറ്റ് മാർച്ചിൽ നടന്നത് എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ശക്തമായ വാദങ്ങൾ, ഗുരുതരമായ ചില ആരോപണങ്ങൾ അടക്കം പ്രോസിക്യൂഷൻ രാഹുൽ മാങ്കൂട്ടത്തിനും ഒപ്പം അന്ന് നടന്ന പ്രതിഷേധ മാർച്ചിനുമെതിരെ ഉന്നയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കാരണം കൂടി ചൂണ്ടിക്കാണിച്ചാണ് പിന്നീട് ജാമ്യാപേക്ഷയുടെ ഘട്ടത്തിൽ തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും വൈദ്യപരിശോധന നടത്തി അത് ഉറപ്പാക്കണമെന്നുള്ളൊരു ആവശ്യം കൂടി എന്തായാലും ഉന്നയിച്ചിരിക്കുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വൈദ്യപരിശോധനയ്ക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലായിരിക്കും വീണ്ടും രാഹുൽ മാങ്കൂട്ടത്തിന് എത്തിക്കുക. അതിനുശേഷമായിരിക്കും വൈദ്യപരിശോധന നടക്കുക. രാവിലെ അടൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ വളരെ തിടുക്കപ്പെട്ട നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കണ്ടത്. കാരണം നേരെ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കുന്നു, മിനിറ്റുകൾക്കകം തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പിന്നീട് വൈദ്യപരിശോധനയ്ക്ക് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചു. തുടർന്ന് ഉച്ചയ്ക്ക് മുമ്പ് തന്നെ വഞ്ചിയൂർ കോടതിയിൽ എത്തിച്ചതാണ്. അതിനുശേഷമാണ് വിശദമായ വാദം ജാമ്യാപേക്ഷയിൽ നടന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ മജിസ്ട്രേറ്റ് ഈ തീരുമാനം അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം അറിയിച്ചിരിക്കുന്നത്. പോലീസിനോടാണ് വൈദ്യപരിശോധന നടത്തി അതിന്റെ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതിനുശേഷം അത്രയും സമയം നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ്, അതായത് പോലീസ് കസ്റ്റഡിയിൽ തുടരുമെന്നും ഇപ്പോൾ കോടതിയിൽ നിന്ന് അറിയിച്ചിട്ടുണ്ട്. വേണു, പ്രതീക്ഷ, ഈ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി അഭിഭാഷകൻ വാദിച്ചത് എന്തെല്ലാമായിരുന്നു? പ്രധാനമായും ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് വേണു ചൂണ്ടിക്കാണിച്ചത്. കാരണം നേരത്തെയും തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചികിത്സയിലാണ്. ആ ഘട്ടത്തിലൊക്കെ തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു നടപടിയും ഉണ്ടായിരുന്നില്ല. പക്ഷേ അകാരണമായി അപ്രതീക്ഷിതമായി വീട്ടിലെത്തി കുടുംബാംഗങ്ങളുടെ ഒരു കൺമുന്നിൽ വെച്ച് ഇത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയമാണ് എന്നതാണ് പ്രധാനമായും പ്രതിഭാഗം കോടതിക്ക് മുന്നിൽ വെച്ചത്. മാത്രമല്ല, നേരത്തെയും ഈ പല കേസുകളിലും കൃത്യമായി പോലീസുമായി സഹകരിക്കുന്ന ഒരു വ്യക്തിയാണ് രാഹുൽ. അതുകൊണ്ട് തന്നെ ഈ ജാമ്യം അനുവദിക്കണം. അതായത് ഒളിവിൽ പോകാനോ അത്തരത്തിൽ യാതൊരു സാഹചര്യവും നിലവില്ല. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നൊരു ഭാഗമാണ് പ്രധാനമായും പ്രതിഭാഗം വച്ചത്. മറ്റൊന്ന്, ഈ നടന്നത് ആക്രമണമല്ല, രാഷ്ട്രീയമായ ഒരു പ്രതിഷേധം മാത്രമായിരുന്നു സെക്രട്ടേറിയറ്റിൽ നടന്നത്. അതുകൊണ്ട് തന്നെ ആരെയും ആക്രമിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു പ്രതിഷേധം ഉണ്ടായിട്ടില്ല. ഏതെങ്കിലും തരത്തിൽ പോലീസുകാർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിലല്ല അത്തരത്തിൽ ആക്രമണത്തിന് നേതൃത്വം നൽകുകയോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിക്കുന്ന ഒരു തരത്തിലേക്ക് പോയത് രാഹുലല്ല. അതുകൊണ്ട് തന്നെ തനിക്ക് ജാമ്യം അനുവദിക്കണമെന്നൊരു വാദം പ്രതിഭാഗത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. പക്ഷേ ശക്തമായ എതിർവാദമായിരുന്നു പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്. ഗുരുതരമായ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഒപ്പം ഗുരുതരമായ ആരോപണങ്ങളടക്കം പ്രോസിക്യൂഷൻ കോടതിയിൽ ഉന്നയിക്കുന്നുണ്ട്. ഈ ആക്രമണത്തിന് പ്രധാനപ്പെട്ട നേതൃത്വം വഹിച്ച വ്യക്തി രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കലാപാഹവനം അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങളും രാഹുലിനെതിരെ പ്രോസിക്യൂഷൻ
പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും വലിയ തരത്തിലുള്ളൊരു വാദപ്രതിവാദങ്ങളായിരുന്നു കോടതിയിൽ നടന്നത്. അതിനുശേഷമാണ് രാഹുൽ പ്രതിഭാഗത്തിന്റെ ആവശ്യം കൂടി പരിഗണിച്ചപ്പോൾ വിദഗ്ധമായ പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ തുടർ നടപടി ഇനി ഉണ്ടാവുക. അല്പസമയത്തിനകം തന്നെ വഞ്ചിയൂർ കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്തെത്തിക്കും. പ്രതീക്ഷ ഒറ്റ കാര്യം കൂടി ഇനിയിപ്പോ വൈദ്യപരിശോധന അത് കഴിഞ്ഞ് പിന്നെ അപ്പോഴേക്ക് കോടതിയുടെ സമയമൊക്കെ കഴിയില്ലേ? ഈ ജാമ്യത്തിന്റെ കാര്യത്തിൽ എപ്പോൾ തീരുമാനം പ്രതീക്ഷിക്കാം? വളരെ പെട്ടെന്ന് തന്നെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിച്ച ഈ വിദഗ്ധ പരിശോധന നടത്തിയ ശേഷം അതിന്റെ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ കോടതി സമയം കഴിഞ്ഞാലും അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിലടക്കം എത്തിച്ചുള്ള ഒരു നടപടിയിലേക്കായിരിക്കും പോലീസ് പോകുന്നത്. കാരണം വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട് തലസ്ഥാന ജില്ലയിലും സംസ്ഥാന വ്യാപകമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരുന്നു ആദ്യഘട്ടത്തിൽ ഈ നടപടിക്രമങ്ങൾ വളരെ വേഗത്തിൽ പോലീസ് പൂർത്തിയാക്കിയത്. ഓരോ സ്ഥലങ്ങളിലും രാഹുൽ മാങ്കൂട്ടത്തിനെ എത്തിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധ സാധ്യത ഉണ്ടായിരുന്നു. രാവിലെ വൈദ്യപരിശോധനയ്ക്ക് ഫോർട്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴും വലിയ തരത്തിലുള്ള പ്രതിഷേധമായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നത്. പക്ഷേ ആ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും ഈ വലിയ തരത്തിൽ രാഹുൽ ജാമ്യാപേക്ഷ നൽകിയതോടെയാണ് വിശദമായ വാദം കോടതിയിൽ നടന്നത്. ഇതിൽ പ്രതിഭാഗത്തിന്റെ കൂടി വാദം കേട്ട ശേഷമാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇനി പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള നടപടികളാണ് പൂർത്തിയാക്കുന്നത്. അതിനുശേഷമായിരിക്കും ഈ അന്തിമ വിധി കോടതി പ്രസ്താവിക്കുക. വേണു. ശരി, സജോ ദേവസ്യം ചേരുന്നു വിവരങ്ങളുമായി. സജോ, സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലാണ് അതിശക്തമായ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. കണ്ണൂരിലടക്കമുള്ള സാഹചര്യം എന്തായിരുന്നു? വേണു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റ് ഒരർത്ഥത്തിൽ സംഘടനയ്ക്കാകെ ഊർജ്ജമാവുകയും അതൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ ക്യാമ്പയിനായി ഉയർത്തിക്കൊണ്ടുവരാൻ തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായുള്ള പ്രതിഷേധങ്ങൾ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലുമാണ് സംഘടിപ്പിച്ചത്. കണ്ണൂരിൽ 11:30യോടുകൂടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ ജോമോൻ ജോസ്, അബ്ദുൾ റഷീദ്, ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ എന്നിവരുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ തലശ്ശേരി കണ്ണൂർ ദേശീയപാത ഉപരോധിച്ചാണ് പ്രതിഷേധിച്ചത്. ഉപരോധ സമരത്തെ നേതാക്കൾ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പോലീസ് നടപടിയിലേക്ക് കടന്നു. പ്രവർത്തകരെ നീക്കം ചെയ്യാനുള്ള ശ്രമമുണ്ടായി. പക്ഷേ അതിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും വഴങ്ങിയില്ല. പിന്നീട് പ്രധാന നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്യുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് ജാമ്യം നൽകി. അതിന് പിന്നാലെ ഈ നേതാക്കളെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ മറ്റൊരു വിഭാഗം പ്രവർത്തകർ കണ്ണൂർ ടൗൺ പോലീസ് ഉപരോധിച്ച് ഏതാണ്ട് അരമണിക്കൂറിലധികം സമയം ഉപരോധിച്ച് പ്രതിഷേധിക്കുകയും ചെയ്തു. വലിയ സംഘർഷത്തിലേക്കൊന്നും കാര്യങ്ങൾ പോയില്ല എങ്കിൽ കൂടിയും വലിയ പ്രതിഷേധം, ഏതാണ്ട് അരമണിക്കൂറിലധികം ദേശീയപാതയിൽ ഗതാഗതം തടസ്സപ്പെട്ടു. വലിയ ബലപ്രയോഗം വേണ്ടി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ നീക്കം ചെയ്യാൻ. സമാനമായി ഈ അറസ്റ്റിന് ഏറ്റവും അധികം, അതായത് ഇങ്ങനെ ഒരു കേസുണ്ട്, അതിൽ അറസ്റ്റ് എന്നത് സ്വാഭാവികമാണ്. പക്ഷെ അതിന്റെ നടപടിക്രമം പോലീസ് സ്വീകരിച്ച ശൈലിയെ രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ ഏതായാലും യൂത്ത് കോൺഗ്രസ് കാര്യമായി ഉണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട കാരണം ഒരു രാഷ്ട്രീയ പ്രതിഷേധ കേസുകളിലെ അറസ്റ്റ് ഈ രൂപത്തിലല്ലാതെ വീട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ആളെ കിടപ്പുമുറിയുടെ വാതിൽ മുട്ടിയൊലിച്ച് വീട് വളഞ്ഞ് അറസ്റ്റ് സമീപനമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് ആഭ്യന്തര വകുപ്പിനെതിരായ പലതരം വിമർശനങ്ങളെ ഇതിനകം തന്നെ പ്രതിപക്ഷം ആയുധമാക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആ അറസ്റ്റിന്റെ രീതി ഏതായാലും ഒരു വീണ് കിട്ടിയ ആയുധമായി മാറി. അതിനെ ആ നിലയ്ക്ക് തന്നെ പ്രയോജനപ്പെടുത്താനുള്ള സജീവ ശ്രമവും അത് തെരുവിലേക്ക് പ്രതിഷേധമായി വ്യാപിപ്പിക്കാനുള്ള ശ്രമം. ശരി, സജോ ദേവസ്യയും എം ജി പ്രതീഷുമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വിശദമായ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയെ അറിയിച്ചതിനെ തുടർന്നാണ് ഇത്തരമൊരു നിർദ്ദേശം കോടതി പോലീസിന് നൽകിയിരിക്കുന്നത്. പോലീസ് അതിവേഗം തന്നെ ഈ മെഡിക്കൽ പരിശോധനയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ വിധേയനാക്കിയതിനു ശേഷം തിരികെ കോടതിയിൽ കൊണ്ടുവരും. അതിനുശേഷം ഈ ജാമ്യാപേക്ഷയിൽ തീരുമാനമുണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഗവർണറോട് കടുപ്പിച്ച് CPIM. LDF ഹർത്താലിനും SFI പ്രതിഷേധത്തിനുമിടെ ഗവർണർ ഇടുക്കിയിൽ. കനത്ത സുരക്ഷയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിയിൽ തൊടുപുഴയിൽ ഗവർണർ പങ്കെടുത്തു. വേദിയിലേക്കുള്ള യാത്രാമധ്യേ 3 ഇടങ്ങളിൽ ഗവർണർക്ക് നേരെ കരിങ്കൊടി പ്രതിഷേധമുണ്ടായി. പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെ DYFI കരിങ്കൊടി കാട്ടി. ഗവർണറുടെ വാഹനവ്യൂഹം കടന്നുപോയെങ്കിലും റോഡിൽ കുത്തിയിരുന്ന് പ്രവർത്തകർ പ്രതിഷേധിച്ചു.
തനിക്കൊരിടത്തും ഭീഷണിയില്ലെന്നും പ്രതിഷേധങ്ങളെ ഭയമില്ലെന്നും ഗവർണർ. കോഴിക്കോട് മിഠായി തെരുവിൽ കാൽനടയായി യാത്ര ചെയ്തതുപോലെ എവിടെയും യാത്ര ചെയ്യാൻ തനിക്ക് ഭയമില്ലെന്നും ഗവർണർ പറഞ്ഞു. We received many petitions against this bill which has been passed by the Assembly. Immediately we sent the bills to the government for their remarks, for their comments. How will I reply? My reply will be based on the reply which comes from the government. Later, we sent 3 reminders to the government. So far, no response has come from the government. Who is to be blamed? I am not a rubber stamp. I have said it repeatedly. ഇടുക്കിയിൽ നിന്ന് വിഷ്ണു സുരേഷ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു സുരേഷ്, അതിശക്തമായ പ്രതിഷേധമല്ലേ ഗവർണർക്ക് അവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നത്? വിഷ്ണു സുരേഷ് വിശദാംശങ്ങളുമായി അല്പസമയത്തിനകം ചേരും. ഇടുക്കിയിൽ ഗവർണറുടെ സന്ദർശനമുണ്ടായി. ശക്തമായ പ്രതിഷേധത്തിന് അത് വഴിവെക്കുകയും ചെയ്തു. ഡിവൈഎഫ്ഐയുടെയും LDFിൻ്റെയും നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഹൈറേഞ്ചിൽ കണ്ടത്. കരിങ്കൊടി പ്രതിഷേധവും ഉണ്ടായിരുന്നു. SFIയുടെ നേതൃത്വത്തിലുള്ള കരിങ്കൊടി കാട്ടലുണ്ടായിരുന്നു. ശക്തമായ പ്രതിഷേധമാണ് അവിടെ ഗവർണർക്ക് നേരിടേണ്ടി വന്നത്. വിഷ്ണു സുരേഷ് വിവരങ്ങളുമായി ചേരുന്നു. വിഷ്ണു സുരേഷ്, ഗവർണർക്ക് പരിപാടിയിൽ പങ്കെടുത്ത് മടങ്ങാനൊക്കെ കഴിഞ്ഞെങ്കിലും പ്രതിഷേധത്തിന്റെ ചൂടറിഞ്ഞില്ലേ ആരിഫ് മുഹമ്മദ് ഖാൻ അവിടെ? വേണു, തീർച്ചയായും അങ്ങനെയാണ്. രാവിലെ ആ തൊടുപുഴ അതിർത്തി കടന്ന് ഇങ്ങോട്ടേക്ക് എത്തിയ ഘട്ടം മുതൽ തന്നെ ഗവർണറെ വരവേറ്റത് SFIയുടെ കറുത്ത കൊടികളും കറുത്ത ബാനറുകളുമാണ്. പക്ഷേ നേരത്തെ കോഴിക്കോടെല്ലാം നമ്മൾ കണ്ടതാണ് ഗവർണർ SFI പ്രവർത്തകരോട് ആക്രോശിക്കുന്നത്. പക്ഷേ ഇത്തവണ അങ്ങനെ ഉണ്ടായിരുന്നില്ല. പ്രവർത്തകരോട് കൈവീശി അല്ലെങ്കിൽ അവരെ അഭിവാദ്യം ചെയ്ത ശേഷം ആണ് ഗവർണർ മടങ്ങിയത്. ഒരു പക്ഷേ അതൊരു പരിഹാസത്തിന്റെ രീതിയായി നമുക്ക് കണക്കാക്കാം. ആദ്യഘട്ടം മുതൽ തന്നെ ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ CPIM സംഘടനകളും SFIയും DYFIയും എല്ലാം വ്യക്തമാക്കിയിരുന്നു ഗവർണർ ജില്ലയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ പ്രതിഷേധമുണ്ടാകുമെന്ന്. പ്രധാനമായും ഈ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതാണ് CPIMനെയും അതോടൊപ്പം ഈ യുവജന സംഘടനകളെയും ചൊടിപ്പിക്കുന്നത്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അത് തന്നെയായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയവും. അതിൽ ഗവർണർ ചില വിശദീകരണങ്ങൾ ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് തനിക്ക് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട്. ആ പരാതികളിൽ ഒരു വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനോട് മറുപടി ആവശ്യപ്പെട്ടു. പക്ഷേ സർക്കാർ ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് താൻ ഈ ബില്ലുകളിൽ ഒപ്പിടാത്തത്. അതല്ലാതെ ഇടുക്കി ജനതയോടോ മലയോര ജനതയോടോ ഉള്ള ഒരു വിയോജിപ്പല്ല അതിന് പിന്നിലെന്ന് ഗവർണർ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇത് ഒരു ജനവിരുദ്ധ നിലപാടായി, ജനങ്ങളോടുള്ള വെല്ലുവിളിയായി തന്നെയാണ് ഇടതുപക്ഷം അതിനെ ഉയർത്തിക്കാട്ടുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഗവർണറുടെ ഓഫീസിലേക്ക്, രാജ്ഭവനിലേക്ക് ഇന്ന് മാർച്ച് നടത്തിയിരുന്നു ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ. ആ ദിവസം തന്നെ ഗവർണർ തൊടുപുഴയിലേക്ക് എത്തിയതും വലിയ കൗതുകമുണർത്തുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു ദിവസമായി ഇന്ന് മാറ്റിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും സമാനമായ രീതിയിൽ ഉള്ള പ്രതിഷേധങ്ങൾ ഒരുപക്ഷെ ഇടുക്കിയിൽ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഭൂപതിവ് ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്നാലും ഇടുക്കിയിൽ നിന്ന് വന്നപ്പോഴും അതോടൊപ്പം തന്നെ ഇടുക്കിയിൽ നിന്ന് പോകുമ്പോഴും ഗവർണർക്ക് പ്രതിഷേധം ഏറ്റുവാങ്ങേണ്ടി വന്നു. അതിനെല്ലാം വളരെ ലാഘവത്തോടെയാണ് അദ്ദേഹം എടുത്തതെന്ന് അദ്ദേഹത്തിന്റെ ശരീര പ്രകൃതിയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഒരു തരത്തിലുള്ള ആക്രോശമോ അല്ലെങ്കിൽ ഭയപ്പെടുത്തലുകളോ ഇല്ലായിരുന്നു. വളരെ സാധാരണഗതിയിൽ ഒരു കുട്ടികളുടെ പ്രതിഷേധം നടക്കട്ടെ എന്ന രീതിയിലായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് സ്വീകരിച്ചത്. ഇതിനിടയിൽ പോലീസിനെതിരെ ഒരു വിമർശനം ഉയരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഈ കരിങ്കൊടി കാണിക്കാൻ എത്തിയ ആളുകളെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കാത്തത് എന്നൊരു ചോദ്യമായി അവിടെ നിലനിൽക്കുന്നു. കാരണം നേരത്തെ മുഖ്യമന്ത്രിക്കെതിരെ കരിങ്കൊടി കാണിക്കാൻ എത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ എല്ലാം പെട്ടെന്ന് കരുതൽ തടങ്കലിൽ എടുക്കുകയോ അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുക്കുകയോ എല്ലാം കണ്ടതാണ്. ഇന്ന് ഗവർണർ എത്തുന്ന വേദിക്ക് പുറത്ത് ഇവർ തമ്പടിച്ചു നിന്നു. ഇവരുടെ കയ്യിൽ കരിങ്കൊടി ഉണ്ടായിരുന്നു, കറുത്ത ബാനർ ഉണ്ടായിരുന്നു. പക്ഷേ കറുത്ത ബാനർ പിടിച്ചു വാങ്ങാനോ കരിങ്കൊടി പിടിച്ചു വാങ്ങാനോ പ്രവർത്തകരെ കസ്റ്റഡിയിൽ എടുക്കാനോ പോലീസ് തയ്യാറായിട്ടില്ല എന്നൊരു വിമർശനവും ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. വേണു. വിഷ്ണു സുരേഷാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴ. ഇരുവഞ്ഞിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി. തിരുവമ്പാടി മറിപ്പുഴ ഭാഗത്താണ് ശക്തമായ മഴവെള്ളപ്പാച്ചിൽ ഉണ്ടായത്. ദേശീയപാതയിലെ താഴ്ന്നിടങ്ങളിൽ വെള്ളം കയറി. രാഹുൽ സുരേഷ് കോഴിക്കോട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. രാഹുൽ, ജില്ലയിൽ ഇപ്പോഴും കനത്ത മഴയാണോ? എന്താണ് സാഹചര്യം?
വേണു, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, പാലക്കാട്, കോഴിക്കോട് ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. ഇതിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിൽ കനത്ത മഴയാണ് ഉച്ചയ്ക്ക് ശേഷം രേഖപ്പെടുത്തുന്നത്. കഴിഞ്ഞ അരമണിക്കൂറിൽ കോഴിക്കോട് നഗരത്തിൽ ഇടിയോടുകൂടിയ കനത്ത മഴയായിരുന്നു. എന്നാൽ ഇപ്പോൾ കോഴിക്കോട് നഗരത്തിൽ കനത്ത മഴയ്ക്ക് ഒരു ശമനം വന്നിട്ടുണ്ട്. പക്ഷേ മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനമായും വടകര, കൊയിലാണ്ടി, മുക്കം, താമരശ്ശേരി ഉൾപ്പെടെയുള്ള ഗ്രാമീണ മേഖലകളിൽ, മലയോര മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നുണ്ട്. ഇരവഞ്ഞിപ്പുഴയിൽ ക്രമാതീതമായി ജലനിരപ്പ് ഉയരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തിരുവമ്പാടി, മുറിപ്പുഴ ഭാഗത്താണ് ശക്തമായ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി കുളിരാമുട്ടിയെയും കൂടരഞ്ഞിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലത്തിൽ വെള്ളം കയറിയിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി നിലവിൽ ഗതാഗതം സ്തംഭിച്ചിരിക്കുന്നു എന്നാണ് അവിടെ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ. അതോടൊപ്പം കുളിരാമുട്ടിയിൽ ട്രാൻസ്ഫോമർ വെള്ളത്തിനടിയിലായി. ഇതോടെ കുളിരാമുട്ടിയിലെ വിവിധയിടങ്ങളിൽ വൈദ്യുതി ബന്ധവും നിലവിൽ തടസ്സപ്പെട്ട സാഹചര്യമാണ്. ഈ കൊയിലാണ്ടിയിൽ ഉൾപ്പെടെ ദേശീയപാതയിൽ താഴ്ന്ന മേഖലകളിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം ഇന്നലെ ഇത്തരത്തിൽ ശക്തമായ മഴയും ഇടിവെട്ടും ഉണ്ടായതോടെയായിരുന്നു കൊയിലാണ്ടിയിൽ ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുള്ളത്. റസാഖിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. റസാഖിനെ കാണാതായിട്ട് 20 മണിക്കൂർ പിന്നിടുകയാണ്. റസാഖിന് വേണ്ടിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. പക്ഷേ ഈ കൊയിലാണ്ടി മേഖലകളിൽ ഇപ്പോഴും മഴ തുടരുന്നത് ഈ രക്ഷാപ്രവർത്തനത്തിന് ഉൾപ്പെടെ വെല്ലുവിളിയാകുന്നുണ്ട്. പക്ഷേ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ജില്ലയിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് ആശ്വാസകരവുമാണ്. വേണു. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. അയഞ്ഞ് മാലദ്വീപ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശത്തിൽ നയതന്ത്ര ബന്ധം വഷളായതോടെ അനുനയ നീക്കം തുടർന്ന് മാലദ്വീപ്. ഇന്ത്യ സന്ദർശനത്തിന് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയീസ് താൽപര്യമറിയിച്ചെന്ന് റിപ്പോർട്ട്. ഈ മാസം അവസാനം ഇന്ത്യയിൽ എത്തിയേക്കും. വിവാദങ്ങൾക്കിടെ ഇന്നലെ മാലദ്വീപ് പ്രസിഡന്റ് ചൈനയിലേക്ക് പോയിരുന്നു. ഇന്ത്യയെ പിന്തുണച്ച് മാലദ്വീപ് MP മിക്കായിൽ നസീമും രംഗത്തെത്തി. വിവാദ പരാമർശം നടത്തിയ മന്ത്രിമാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. മന്ത്രിമാരുടെ പരാമർശത്തെ അപലപിച്ച് മാലദ്വീപിലെ വിനോദസഞ്ചാര സംഘടനകളും രംഗത്തെത്തി. ബൽറാം നെടുങ്ങാടി കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ബൽറാം, എന്താണ് മാലദ്വീപിന്റെ അനുനയ നീക്കം? വേണു, ഈ മാലദ്വീപിന്റെ സാമ്പത്തിക മേഖലയെ വലിയ തോതിൽ തന്നെ ബാധിക്കാവുന്ന തരത്തിലുള്ള ഒരു ആഹ്വാനമാണ് ഇന്ത്യൻ വ്യവസായികളുടെയും ഒപ്പം തന്നെ മറ്റ് വിവിധ സംഘടനകൾ, ട്രാവൽ ഏജന്റുമാരുടെ സംഘടനകളുടേതടക്കം ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മാലദ്വീപ്സ് ഇത്തരത്തിൽ ഒരു നീക്കം നടത്തിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സ് ഇന്ത്യ സന്ദർശിക്കാൻ താല്പര്യം അറിയിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഇന്ത്യ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിരുന്ന നിലവിലെ സർക്കാർ അധികാരമേറ്റ ഘട്ടത്തിൽ ആദ്യം തന്നെ സാധാരണ നിലയിൽ ഏറ്റവും അടുത്ത സൗഹൃദ രാഷ്ട്രമായ ഇന്ത്യയിലേക്കാണ് സന്ദർശനം നടത്തുക പതിവ്. ആ പതിവ് തെറ്റിച്ചുകൊണ്ട് മൊയ്സ് നേരത്തെ മറ്റ് പല രാഷ്ട്രങ്ങളും സന്ദർശിച്ചിരുന്നു. ഒടുവിലാണ് ചൈന സന്ദർശനം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. 5 ദിവസത്തെ ചൈന സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം ഈ മാസം അവസാനത്തോടെ ഇന്ത്യയിലേക്ക് സന്ദർശിക്കാനുള്ള ആലോചനകളാണ് നിലവിൽ നടക്കുന്നത്. ഈ അത്തരത്തിലുള്ള സന്ദർശനത്തിന്റെ ഘട്ടത്തിൽ ഈ പ്രധാനമന്ത്രിക്കെതിരായ പരാമർശങ്ങൾ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും എന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഉറപ്പാണ്. അതേസമയം രാജ്യത്തിന് അകത്തു നിന്നു പോലും മന്ത്രിമാരുടെ ഈ പരാമർശത്തിനെതിരെ വ്യാപകമായ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ മാലദ്വീപത്തിൽ ഉണ്ടായിരിക്കുന്നു. MP മാർ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വിവിധ ഈ ടൂറിസവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ സംഘടനകൾ ഈ മന്ത്രിമാരുടെ പരാമർശത്തെ അപലപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള സമ്മർദ്ദം മാലദ്വീപിന് മേൽ ശക്തമാക്കാൻ കാരണമായത്. കഴിഞ്ഞ ദിവസം തന്നെ ഇന്ത്യ ഇന്ത്യയിലെ ഹൈക്കമ്മീഷണറെ വിളിച്ചു വരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരണവുമായി NCP അധ്യക്ഷൻ ശരത് പവാർ രംഗത്തെത്തിയിരിക്കുന്നു. പ്രധാനമന്ത്രിയെ പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. നേരത്തെ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി ഈ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ വ്യക്തിപരമായി എടുക്കുന്നുവെന്നും അയൽ രാജ്യങ്ങളുമായി മികച്ച ബന്ധം പുലർത്തണമെന്നുമുള്ള വിമർശനമാണ് മല്ലികാർജുൻ ഖാർഗെ ഉന്നയിച്ചത്. എങ്കിൽ പ്രധാനമന്ത്രി എന്ന പദവിയെ ബഹുമാനിക്കണമെന്നും രാജ്യത്തിന് പുറത്തു നിന്നും മറ്റൊരു രാജ്യത്തിലെ ഒരു പദവിയിലിരിക്കുന്ന വ്യക്തി പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്നത് അംഗീകരിക്കാനാകില്ല എന്നുമുള്ള ശക്തമായ പ്രതികരണമാണ് ശരത് പവാറിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വേണു. ബൽറാം നെടുങ്ങാടിയാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും സ്വാഗതം. പുതിയ ഇടയനെ കാത്ത്
സിറോ മലബാർ സഭയിലെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള ആദ്യ റൗണ്ട് വോട്ടെടുപ്പ് തുടങ്ങി. രഹസ്യ ബാലറ്റ് ഉപയോഗിച്ചാണ് വോട്ടെടുപ്പ്. 3/2 ഭൂരിപക്ഷം ലഭിക്കുന്നയാൾ സഭയുടെ അധ്യക്ഷ സ്ഥാനത്തെത്തും. എബിൻ ജോസ് കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. എബിൻ ജോസ്, ഇന്ന് തന്നെ തീരുമാനമുണ്ടാകുമോ അതോ തുടർന്നും അടുത്ത ദിവസങ്ങളിലും വോട്ടെടുപ്പ് വേണ്ട സാഹചര്യം ഉണ്ടാകുമോ? വേണു, ഇപ്പോൾ 1ാം റൗണ്ട് വോട്ടെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. ഇതിൽ ആർക്കും 3/2 ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ 2ാം റൗണ്ട് വോട്ടെടുപ്പിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചന. അതിനു മുന്നേ ഒരു കൂടിയാലോചനകൾ ഉണ്ടാവും. കാരണം ഇത് വലിയ തോതിൽ ദീർഘിപ്പിച്ച് പോകാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെ സമവായം എത്താതെ അല്ലെങ്കിൽ 3/2 ഭൂരിപക്ഷത്തിലേക്ക് എത്താതെ ഇരുന്ന് കഴിഞ്ഞാൽ 5 റൗണ്ട് വോട്ടെടുപ്പ് വരെ നീണ്ടുപോകാവുന്ന സാഹചര്യം ഉണ്ടാവും. അതിനുശേഷവും ഭൂരിപക്ഷം ഇല്ലെങ്കിൽ വീണ്ടും വോട്ടെടുപ്പ് നടത്തി കേവല ഭൂരിപക്ഷമുള്ള ആളെ തിരഞ്ഞെടുക്കുക എന്നുള്ള രീതിയാണ് ഉള്ളത്. പക്ഷേ എങ്കിൽ പോലും കൂടുതൽ ചർച്ചകൾക്കോ അല്ലെങ്കിൽ തർക്കങ്ങൾക്കോ വഴിവെക്കാതെ ഇത് എത്രയും പെട്ടെന്ന് തന്നെ വോട്ടെടുപ്പിലൂടെ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് തീരുമാനം. അതുകൊണ്ട് തന്നെ കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷമാകും 2ാം റൗണ്ട് വോട്ടെടുപ്പിലേക്ക് കിടക്കുക. നേരത്തെ കർദിനാൾ ജോർജ് ആലഞ്ചേരിയെ തെരഞ്ഞെടുത്ത സമയത്ത് പോലും 2ാം ദിവസം സിനഡ് തുടങ്ങി 2ാം ദിവസം തന്നെ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അത്തരത്തിലുള്ള സാഹചര്യത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ സിനഡിൻ്റെ തീരുമാനം. അതല്ലെങ്കിൽ കൂടുതൽ തർക്കങ്ങൾ വരികയാണെങ്കിൽ പിന്നെ വത്തിക്കാനിൽ നിന്നായിരിക്കും ഒരു തീരുമാനം ഉണ്ടാവുക. ആ സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വോട്ടെടുപ്പിലൂടെ തന്നെ എത്രയും പെട്ടെന്ന് തന്നെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കാനുള്ള തീരുമാനം എത്തുക. ഏതായാലും നാളെയോടുകൂടി തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ശനിയാഴ്ചയാണ് സിനഡ് അവസാനിക്കുന്നത്. അതിനു മുന്നേ തന്നെ എത്രയും വേഗം തന്നെ ഇവിടെ തിരഞ്ഞെടുത്തതിന് ശേഷം വത്തിക്കാനിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും അവിടെ നിന്ന് ഔദ്യോഗികമായ അറിയിപ്പ് ലഭിക്കുന്നതോടെയാണ് പ്രഖ്യാപനം ഉണ്ടാവുക. ഈ പ്രഖ്യാപനത്തിലൂടെ മാത്രമാണ് ഇപ്പോൾ ആരായിരിക്കും സീറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷ എത്തുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നിലവിൽ 55 ബിഷപ്പുമാരാണ് വിരമിച്ചവർ ഉൾപ്പെടെ ഈ സിനഡിൽ പങ്കെടുക്കുന്നത്. അതിൽ 53 പേർക്കാണ് വോട്ടവകാശമുള്ളത്. 3/2 ഭൂരിപക്ഷം ഈ വോട്ടെടുപ്പിൽ ലഭിച്ചാൽ മാത്രമാണ് ആ ആളാണ് ഈ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുക. നിലവിലത്തെ സാഹചര്യത്തിൽ 1ാം റൗണ്ട് പൂർത്തിയാകുമ്പോൾ ഈ ഭൂരിപക്ഷത്തിലേക്ക് ആരും എത്തിയിട്ടില്ല. വേണു. എബിൻ ജോസാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. കോടതിയിൽ ഹാജരാക്കിയ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചു. രാഹുലിന്റെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് പ്രതിഭാഗം വാദിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വീണ്ടും പരിശോധന നടത്തുന്നത്. അതുവരെ പോലീസ് കസ്റ്റഡിയിൽ വെക്കാനാണ് കോടതി നിർദ്ദേശം. അഖിൽ ഷാ അൻസാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അഖിൽ ഷാ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ വീണ്ടും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയാണോ? എന്താണ് നൽകാൻ കഴിയുന്ന പുതിയ വിവരങ്ങൾ? വേണു, ഈ കോടതി നിർദ്ദേശപ്രകാരമാണ് ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും വൈദ്യപരിശോധനയ്ക്കായി തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. രാവിലെ ഫോർട്ട് ആശുപത്രിയിൽ എത്തി വൈദ്യപരിശോധന നടത്തിയിരുന്നു. എന്നാൽ ഈ കോടതിയിൽ വാദം നടക്കുന്നതിനിടെ ഈ പ്രതിഭാഗം ഉൾപ്പെടെ ഉന്നയിച്ചൊരു കാര്യം, ഇത്തരത്തിൽ ആരോഗ്യ പ്രശ്നങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, അതുകൂടി കണക്കിലെടുത്തുള്ള ഒരു വൈദ്യപരിശോധന വീണ്ടും നടത്തണമെന്നുള്ളതാണ്. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് കോടതി ഇപ്പോൾ ഇത്തരത്തിൽ ഒരു വൈദ്യപരിശോധന കൂടി ഈ രാഹുലിൻ്റെ ആരോഗ്യം പരിശോധിക്കണമെന്നുള്ള കാര്യം കോടതി നിർദ്ദേശിക്കുന്നത്. അതിൻ്റെ പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് കോടതിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുന്നത്. വലിയൊരു പോലീസ് സന്നാഹം തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ടായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസിന്റെ റാപ്പിഡ് റെസ്പോൺസ് ടീം ഉൾപ്പെടെ ഉള്ള ഒരു വലിയ സംഘം കന്റോൺമെന്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ മാധ്യമങ്ങളും തടിച്ചുകൂടിയിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഈ വൈദ്യപരിശോധന പൂർത്തിയാക്കി രാഹുലിനെ പുറത്തിറക്കും എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുന്നത്. എത്ര നേരം എടുക്കും അഖിൽ ഷാ അവിടുത്തെ നടപടിക്രമങ്ങൾ പൂർത്തിയാകാൻ? വേണു, അത് സംബന്ധിച്ച് ഇതുവരെ വ്യക്തമായ ഒരു വിവരം ലഭിച്ചിട്ടില്ല. അത് ഡോക്ടർമാരുൾപ്പെടെ അത് അക്കാര്യത്തിൽ വ്യക്തത അറിയിക്കേണ്ടതുണ്ട്. എന്തായാലും കുറച്ച് സമയം ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യപരിശോധന പൂർത്തീകരിക്കാനുള്ള സമയമെടുക്കും. പിന്നെ നേരത്തെ ഈ കോടതിയിൽ ഉൾപ്പെടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അഭിഭാഷകർ ഉന്നയിച്ചൊരു കാര്യം, ഇദ്ദേഹത്തിന് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് ഏത് തരത്തിലായിരിക്കും ആരോഗ്യ പ്രശ്നമുള്ളത് അത് പരിഹരിച്ച ശേഷമാകും ഈ ആശുപത്രിയുടെ പുറത്തേക്ക് ഇറങ്ങുക. അതിൻ്റെ സമയം അത് വ്യക്തമാക്കേണ്ടത് ഇവിടുത്തെ ഈ ഡോക്ടർമാർ ഉൾപ്പെടെയാണ്. എന്തായാലും നമ്മൾ ഇങ്ങോട്ടേക്ക് രാഹുൽ കയറിപ്പോയപ്പോൾ തന്നെ നമ്മളൊരു പ്രതികരണത്തിനുള്ള ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അദ്ദേഹം കൂടുതൽ പ്രതികരിക്കാനും തയ്യാറായിരുന്നില്ല. അദ്ദേഹം പറഞ്ഞത് വരട്ടെ, കുറച്ചുകൂടി കഴിയട്ടെ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. എന്തായാലും ഇപ്പോൾ ആശുപത്രിക്ക് ഉള്ളിലേക്ക് കയറിപ്പോയിട്ടുണ്ട്. എന്തായാലും ഡോക്ടർമാർ അടക്കമുള്ളവർ ഇനി പരിശോധിച്ച ശേഷമാകും മറ്റ് നടപടികളിലേക്ക് പോവുക. എത്ര നേരം ഇവിടെ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയായിട്ടില്ല. വേണു. അഖിൽ ഷാ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ടോ? വേണു,
ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതുപോലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയുണ്ട്. അത്തരത്തിൽ ഈ നേരത്തെ നമ്മൾ ഈ പോലീസിന്റെ സുരക്ഷ ഉൾപ്പെടെ അതുകൂടി കണക്കിലെടുത്താണ് ഇത്രയധികം പോലീസുകാരെ ഇവിടെ വിന്യസിച്ചത്. കാരണം ഉച്ചയ്ക്ക് നമ്മൾ ഫോർട്ട് ആശുപത്രിയിൽ കണ്ടതാണ്. ഫോർട്ട് ആശുപത്രിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയ്ക്കായി കൊണ്ടുപോയി തിരിച്ചിറങ്ങുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു സംഘം, യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു സംഘം ഈ ഫോർട്ട് ആശുപത്രിക്ക് മുന്നിലെത്തുകയും അവിടെ വലിയൊരു പ്രതിഷേധം, ഈ പോലീസിന്റെ വാഹനം ഉൾപ്പെടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവന്ന വാഹനം ഉൾപ്പെടെ തടഞ്ഞു നിർത്തി പ്രതിഷേധിക്കുന്ന ഒരു രീതി യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൂടി പരിഗണിച്ചിട്ടാകണം ഇത്രയും വലിയൊരു സുരക്ഷ ഇവിടെ ഒരുക്കിയത്. ഇപ്പോൾ നിലവിൽ ഈ ജനറൽ ആശുപത്രിയിലും ഈ കോൺഗ്രസിന്റെ നേതാക്കൾ അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ ഉൾപ്പെടെ തടിച്ചുകൂടിയിട്ടുണ്ട്. അവരെയൊന്നും വിടാതെ അതായത് മറ്റ് എല്ലാ സുരക്ഷാ മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടെ എത്തിച്ചിട്ടുള്ളത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ പോലീസിന്റെ റാപ്പിഡ് റെസ്പോൺസ് ഫോഴ്സ് ഉൾപ്പെടെയുള്ള ആളുകളുടെ സുരക്ഷ, ടീമിന്റെ സുരക്ഷയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തിരിച്ച് ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമാകും മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കുക. ഈ കോടതി നിർദ്ദേശിച്ചത് പ്രകാരം ഇത്തരത്തിൽ വൈദ്യപരിശോധന ആദ്യം നടക്കട്ടെ, അതുവരെ കസ്റ്റഡിയിൽ ഇരിക്കട്ടെ എന്നുള്ള കാര്യമാണ് കോടതിയും വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ വലിയൊരു സുരക്ഷ ഇക്കാര്യത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ തർക്കമില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഫോർട്ട് ആശുപത്രിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചു പോലീസ്, വൈദ്യപരിശോധന നടത്തി. അതിനുശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. പക്ഷേ വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന് പ്രതിഭാഗം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഈ പരിശോധന. അതുകൊണ്ട് രാഹുലിന് ജാമ്യം കിട്ടുന്നതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായ ഒരു ഘട്ടമാണിത് എന്ന് കരുതാമോ അഖിൽ ഷാ? അങ്ങനെ തന്നെ കരുതാൻ വേണു. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാവിലെ ഒരു തവണ ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിശോധനയ്ക്കായിട്ട് ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയതാണ്. വൈദ്യപരിശോധനയ്ക്കായി ഫോർട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ നിന്ന് കാര്യങ്ങൾ പൂർത്തിയാക്കി ഇറങ്ങിയപ്പോൾ ചില പ്രശ്നങ്ങളുണ്ടായി. വീണ്ടും അതൊക്കെ തടഞ്ഞുകൊണ്ട് പോലീസ് കോടതിയിൽ എത്തിച്ചു. കോടതിയിൽ വാദം തുടങ്ങിയത് മുതൽ ഈ പ്രതിഭാഗം പല കാരണങ്ങൾ ഉന്നയിച്ച് അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു പ്രതിരോധത്തിന് ശ്രമിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ഒടുവിൽ പറഞ്ഞൊരു കാര്യമാണ് ചില ആരോഗ്യ പ്രശ്നങ്ങൾ നിലവിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട് എന്നുള്ളതാണ്. അത് കോടതി പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി ചൂണ്ടിക്കാട്ടുമ്പോൾ ചിലപ്പോൾ അത് ജാമ്യത്തിലേക്ക് കടക്കാനുള്ള മറ്റൊരു വഴി കൂടിയാകാം, ഒരു നിർണായക വഴി കൂടി ആയേക്കാം എന്നുള്ളൊരു കാര്യം നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാക്കാൻ കഴിയും. എന്തായാലും ആരോഗ്യ പ്രശ്നം ഉണ്ട് എന്നുള്ളത് പരിഗണിച്ച് തന്നെയാണ് ഇപ്പോൾ കോടതി വീണ്ടും ഒരു പരിശോധന നടത്തട്ടെ എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതും പോലീസിന് കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും അതായത് ഈ പരിശോധന കഴിയുന്നതുവരെ പോലീസ് കസ്റ്റഡിയിൽ തുടരട്ടെ എന്നുള്ള തീരുമാനത്തിലേക്കും കോടതി എത്തുന്നത്. ഈ പ്രതിഷേധമുണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ടാണോ സാധാരണയൊക്കെ ഒരു മെഡിക്കൽ പരിശോധനയ്ക്ക് ഇല്ലാത്ത രൂപത്തിൽ പോലീസിനെയൊക്കെ അവിടെ വിന്യസിച്ചിരിക്കുന്നത് അഖിൽ ഷാ? വലിയൊരു പ്രതിഷേധത്തിനുള്ള സാധ്യത നേരത്തെ തന്നെ പോലീസ് മുന്നിൽ കണ്ടിരുന്നു. അതായത് രാവിലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പത്തനംതിട്ടയിൽ നിന്നും ഈ അറസ്റ്റ് ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, അതായത് രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് തുടങ്ങിയ പ്രതിഷേധങ്ങൾ അതിങ്ങ് തലസ്ഥാനം വരെ നീണ്ടു എന്നുള്ളത് നമുക്ക് കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ നടന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി നോക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധിക്കും. അത് ഈ വലിയ രീതിയിലുള്ള കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ വലിയ പ്രതിഷേധം സംസ്ഥാനത്തൊട്ടാകെ നടന്നു. അതിൽ പോലീസിന് ഇടപെടേണ്ടി വന്നു. പോലീസിന് വലിയ രീതിയിൽ ഇടപെടേണ്ടി വന്ന പ്രതിഷേധങ്ങൾ സംസ്ഥാനത്താകെ ഉണ്ടായി. അതുപോലെ തന്നെ തലസ്ഥാനത്തുമുണ്ടായി. തലസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ആദ്യഘട്ടത്തിൽ പരിശോധനയ്ക്ക് പോയത് അത് ഫോർട്ട് ആശുപത്രിയിലാണ്. ഫോർട്ട് ആശുപത്രിയിൽ എത്തി പരിശോധന നടത്തി തിരിച്ചിറങ്ങുമ്പോഴാണ് ഈ യൂത്ത് കോൺഗ്രസിന്റെ വലിയൊരു സംഘം ആശുപത്രിയിൽ എത്തുന്നതും അതിന് പിന്നാലെ ഈ പോലീസിന്റെ വണ്ടി ഉൾപ്പെടെ തടയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അത് വലിയ പ്രശ്നത്തിലേക്ക് നീങ്ങുമായിരുന്നു. പക്ഷേ ഏതോ ഒരു ഘട്ടത്തിൽ അത് പോലീസ് അതിനെ നിയന്ത്രണ വിധേയമാക്കി എങ്ങനെയൊക്കെയോ ഈ പ്രവർത്തകരെ തള്ളിമാറ്റി ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി കോടതിയിലേക്ക് പോവുകയായിരുന്നു. ഒപ്പം രാവിലെ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ കണ്ടൊരു കാര്യം, അതായത് പത്തേകാലോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് രാഹുലിനെ എത്തിക്കുന്നത്. അവിടെയും നാടകീയ സംഭവങ്ങളായിരുന്നു. പെട്ടെന്ന് തന്നെ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട നടപടികൾ തീർക്കുന്നു. അതിന് പിന്നാലെ ഈ മാധ്യമങ്ങളെ കാണാനുള്ള ശ്രമം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തുമ്പോൾ അതിനെ പോലീസ് വലിയ രീതിയിൽ തടയുന്ന ഒരു രീതിയാണ് നമ്മൾ കണ്ടത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഉന്തിത്തള്ളി വാഹനത്തിലേക്ക് കയറ്റുന്ന ഒരു സമീപനവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. എന്തായാലും ഇതൊക്കെ കണക്കിലെടുത്ത് സുരക്ഷാ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ ഈ മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വലിയ സുരക്ഷ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരുക്കിയിരിക്കുന്നത്. അഖിൽ ഷാൻസാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ കോടതി നിർദ്ദേശപ്രകാരം വീണ്ടും മെഡിക്കൽ പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ബിസിനസ് വാർത്തകൾ. മാർക്കറ്റ് വ്യൂ ക്രിസ്റ്റീന ചെറിയാൻ ചേരും.
DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ഈവനിംഗ്. മാർക്കറ്റ് വ്യൂവിന്റെ ക്ലോസിംഗ് ബെല്ലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. ആഗോള റാലികളിലെ കരുത്തിൽ മുന്നേറിയ ഇന്ത്യൻ വിപണികൾ വ്യാപാരം അവസാനിപ്പിച്ചത് നേരിയ നേട്ടത്തിൽ. ഇൻട്രാഡേയിൽ 680 പോയിന്റ് ഉയർന്ന സെൻസെക്സ് 31 പോയിന്റ് കൂടി വ്യാപാരം അവസാനിപ്പിച്ചു. മിഡ് ക്യാപ്, സ്മോൾ ക്യാപ് സൂചികകളും നേട്ടത്തിൽ. തകർന്ന് ബാങ്ക്, മീഡിയ ഓഹരികൾ. ഡോളറിനെതിരെ രൂപയ്ക്ക് 2 പൈസ നേട്ടം. പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള പദ്ധതിയുമായി കേന്ദ്രം. ഭൂവുടമകളായ വനിതാ കർഷകർക്കുള്ള ആനുകൂല്യം ഇരട്ടിയാക്കാൻ കേന്ദ്ര സർക്കാർ. നിലവിലെ 6000 രൂപ 12000 ആക്കി ഇടക്കാല ബജറ്റിൽ പ്രഖ്യാപനമുണ്ടാകുമെന്ന് സൂചന. സോണിയുമായുള്ള ലയനം നടക്കില്ലെന്ന വാർത്തകൾ നിഷേധിച്ച സി എന്റർടൈൻമെന്റ്. വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് അറിയിച്ച കമ്പനി. നിർദ്ദിഷ്ട ലയനം പൂർത്തീകരിക്കുന്നതിനുള്ള ചർച്ചകൾ തുടരുന്നുവെന്ന് ഓഹരി വിപണിയിൽ സമർപ്പിച്ച ഫയലിംഗിൽ. രാജ്യത്ത് കാപ്പിക്കുടി ജനപ്രിയമാകുന്നതിന്റെ ഗുണഫലം മുതലെടുക്കാൻ സ്റ്റാർബക്സ്. ഇന്ത്യയിലെ സ്റ്റോറുകളുടെ എണ്ണം ഇരട്ടിയാക്കും. 2028ഓടെ 1000 സ്റ്റോറുകൾ ലക്ഷ്യമിട്ട് കമ്പനി. ഇന്ത്യൻ ജീവനക്കാരുടെ എണ്ണം ഇരട്ടിയാക്കുമെന്നും സ്റ്റാർബക്സ്. പ്രതീക്ഷ മറികടന്ന് ഇന്ത്യയിലെ ഐഫോൺ ഉൽപാദനം. കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ 1 ലക്ഷം കോടിയുടെ ഐഫോൺ നിർമ്മിച്ചെന്ന് ആപ്പിൾ. കണക്ക് ആപ്പിളിന്റെ കരാർ നിർമ്മാതാക്കൾക്ക് പ്രോത്സാഹനമാകും. മെയ്ഡ് ഇൻ ഇന്ത്യ ഐഫോണുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റി അയച്ചെന്നും ആപ്പിൾ. രാജ്യത്തെ വിപണി വിഹിതം 2% നിന്ന് 6% ഉയർന്നു. മറ്റു ചില ബിസിനസ് വാർത്തകൾ കൂടിയുണ്ട്. ഇൻഡിഗോയുടെ ചില വിമാനങ്ങളിൽ മുൻസീറ്റിൽ ഇനി കാല് നീട്ടിയിരിക്കണമെങ്കിൽ 2000 രൂപ വരെ അധികമായി മുടക്കേണ്ടി വരും. 4000 കോടിയുടെ ബൈബാക്ക് പ്ലാനിൽ നേട്ടമുണ്ടാക്കിയിരിക്കുകയാണ് ബജാജിന്റെ ഓഹരികൾ. വിവിധ സംസ്ഥാനങ്ങൾ നിക്ഷേപങ്ങൾ ആകർഷിക്കുന്നുണ്ട്. തമിഴ്നാടിന്റെ നിക്ഷേപക സംഗമം ആദ്യ ദിവസം ആകർഷിച്ചത് 5 ലക്ഷം കോടിയുടെ നിക്ഷേപമാണ്. നാളെ വൈബ്രന്റ് ഗുജറാത്തും തുടങ്ങുകയാണ്. അവിടെയും വലിയ നിക്ഷേപം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്. ഈ പ്രതീക്ഷയിൽ ഇന്ന് രാവിലെ ഓഹരി വിപണികൾ US വിപണിയിൽ നിന്നൊക്കെയുള്ള ഒരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് വലിയ നേട്ടത്തിലാണ് ആരംഭിച്ചത്. എന്നാൽ ഒരു നേരിയ മാർജിനോടുകൂടെ അവസാനിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറും 31 പോയിന്റ് മാത്രം ഉയർന്ന് 21,544 എന്ന നിലയിലാണ് അവസാനിച്ചിരിക്കുന്നത്. 21,500 എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെ പോയിരിക്കുന്നു. പക്ഷേ ഇവിടെ ഏറ്റവും അധികം നഷ്ടം കണ്ടത് ബാങ്ക്, ഫൈനാൻഷ്യൽ സർവീസസ് ഓഹരികളാണ് എന്നതാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ വെറും 31 പോയിന്റ് മാത്രം ഉയർന്ന് 71,386 എന്ന നിലയിലാണ് ഇന്ന് വിപണികൾ ക്ലോസ് ചെയ്തത്. രൂപയ്ക്ക് ഇന്ന് നേട്ടമുണ്ടായിട്ടുണ്ട്. 2 പൈസയുടെ നേട്ടമാണ് രൂപ ഇന്ന് ഉണ്ടാക്കിയത്. 0.08 കൂടി 83 രൂപ 13 പൈസയാണ് ഇന്ന് ഒരു ഡോളറിനെതിരെ രൂപയുടെ വ്യാപാരം അവസാനിപ്പിച്ചത്. നമ്മോടൊപ്പം അതിഥി കൂടി ചേരുകയാണ്. പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ശ്രീ പോൾ തോമസ്, ഗുഡ് ഈവനിങ്. എന്തായാലും ഒരു ഗുഡ് ഈവനിങ് പറയാവുന്ന രീതിയിലല്ല വിപണികൾ ഇന്ന് അവസാനിച്ചത്. US-ൽ നിന്ന് ഉൾക്കൊണ്ട പ്രചോദനവും ഏഷ്യൻ വിപണികളിലെ ഉണർവും ഒക്കെ മാർക്കറ്റ് ക്ലോസിംഗ് ആയപ്പോഴത്തേക്ക് മാർജിൻ തീരെ അങ്ങ് നേരിയതായി. എന്താണ് സംഭവിച്ചത്? നാളെയും ഇതേപോലെ ഒരു ചാഞ്ചാട്ടമായിരിക്കുമോ ഉണ്ടാവുക? ഗുഡ് ഈവനിങ്. മാർക്കറ്റിൽ ഇത് സാധാരണ കണ്ടുവരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം വളരെ വലിയൊരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് നിഫ്റ്റിയെ സംബന്ധിച്ച് 200 പോയിന്റിന്റെ മുകളിലായിരുന്നു മോർണിംഗില് നമ്മളൊരു 2 മണി വരെയുള്ള ട്രേഡിങ് നമ്മൾ കണ്ടു. 2-ന് ശേഷമാണ് മാർക്കറ്റിലെ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങും സെല്ലിങ്ങും എല്ലാം വരാനുണ്ടായത്. അത് സാധാരണ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇത്രയും വലിയൊരു ഗ്യാപ്പ് അപ്പിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മാർക്കറ്റിലെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെയൊക്കെ വാങ്ങിച്ച ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് ഒരു നല്ല പ്രോഫിറ്റ് ആവുന്ന സമയത്ത് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന സാധാരണമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സെല്ലിങ് ശരിക്കും ഒരു മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്, ട്രേഡേഴ്സും ഒക്കെ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. ഇനി നാളെ വരുന്ന ദിവസങ്ങളിലും മാർക്കറ്റ് ഇതുപോലെ തന്നെ ഒരു റേഞ്ചിനുള്ളിൽ തന്നെ, ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു റേഞ്ചിനുള്ളിൽ, അതായത് 21,300-നും 21,800-നും ഇടയിലുള്ള ഒരു റേഞ്ചിനുള്ളിൽ തന്നെ മാർക്കറ്റ് മൂവ് ചെയ്യാനാണ് സാധ്യതകൾ. ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം മാർക്കറ്റ് താഴുമ്പോൾ അതൊരു അവസരമായിട്ട് നമുക്ക് കണക്കാക്കാം. അതായത് മാർക്കറ്റിൽ നല്ല സെല്ലിങ്ങും പ്രോഫിറ്റ് ബുക്കിങ്ങും ഒക്കെ വന്ന് ഒരു ചെറിയൊരു കറക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം പലപ്പോഴും അവർ ബുക്ക് ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് വീണ്ടും ഷെയർ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് അവർക്ക് 21,300 അല്ലെങ്കിൽ അതിന്റെ താഴെയൊക്കെ വരുമ്പോൾ തീർച്ചയായും നല്ലൊരു അവസരങ്ങൾ കിട്ടും. ഈ മാസം നമ്മൾ ഉദ്ദേശിക്കുന്ന, കഴിഞ്ഞ മാസം നല്ലൊരു റാലി മാർക്കറ്റിലുണ്ടായി. അതുകൊണ്ട് ഈ മാസം ചെറിയ തിരുത്തലുകൾ മാർക്കറ്റിൽ ഉണ്ടാകണം എന്നുള്ളതാണ് പ്രതീക്ഷ. കാരണം അടുത്ത
ഫെബ്രുവരി 1 ബഡ്ജറ്റും അതിനുശേഷമുള്ള ഇലക്ഷൻ റാലിയും ഒക്കെ നമ്മൾ വരുന്ന മാസങ്ങളിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ മാസം ശരി, കുറച്ച് എന്തായാലും ഒരു വിപണിയിൽ നിക്ഷേപകർക്ക് നല്ല കാലമാണ്. നിക്ഷേപിക്കാൻ അവസരമുള്ളവർക്ക് അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ താല്പര്യമുള്ളവർക്ക് അതിനുള്ള അവസരമാണെന്നാണ് പോൾ തോമസ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS പറയുന്നത്. ഇനി അമേരിക്കയിലെ വിലക്കയറ്റ നിരക്ക് വരാനുണ്ട്, ഇന്ത്യയിലെ പണപ്പെരുപ്പ നിരക്ക് വരാനുണ്ട്. ഇതൊക്കെ വരും ദിവസങ്ങളിൽ മാർക്കറ്റിനെ സ്വാധീനിക്കും. മാത്രവുമല്ല, നാളെ നടക്കുന്ന വൈബ്രന്റ് ഗുജറാത്തും നിക്ഷേപക സംഗമവും മാർക്കറ്റിനെ സ്വാധീനിക്കും. മാർക്കറ്റ് വ്യൂവിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി നാളെ രാവിലെ 9:30 കാണാം. നമസ്കാരം. ഇന്ന് സംഭവിച്ചത് തുടരുന്നു. KSRTCക്ക് സർക്കാർ 30 കോടി രൂപ കൂടി അനുവദിച്ചു. കഴിഞ്ഞ മാസം 121 കോടി രൂപ നൽകിയിരുന്നു. 9 മാസത്തിനുള്ളിൽ 1380 കോടിയാണ് KSRTCക്ക് സർക്കാർ അനുവദിച്ചത് എന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. VA ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ഗിരീഷ്, എന്തൊക്കെയാണ് ധനമന്ത്രി പറഞ്ഞത്? വേണു, ഈ മാസത്തെ ധനസഹായമായിട്ടാണ് KSRTCക്ക് 30 കോടി അനുവദിക്കാൻ ഇപ്പോൾ ധനവകുപ്പ് തീരുമാനിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KSRTCയിലെ ശമ്പളം സംബന്ധിച്ച് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു. 2 ഘട്ടമായി ശമ്പളം നൽകാനായിരുന്നു ഉത്തരവ്. ഇതിൽ ആദ്യഘട്ടം ഈ ഓരോ മാസവും 10-ാം തീയതിക്ക് മുമ്പ് നൽകണം എന്നുള്ളതാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നത്. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ ധനസഹായം അനുവദിച്ചിരിക്കുന്നത്. ഈ 30 കോടി രൂപ ഉപയോഗിച്ച് ആദ്യഘട്ടത്തിലുള്ള ശമ്പളം വിതരണം ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് ധനകാര്യ വകുപ്പിന്റെ വിലയിരുത്തൽ. ഏതായാലും കഴിഞ്ഞ മാസം 121 കോടി രൂപയാണ് ധനകാര്യ വകുപ്പ് KSRTCക്ക് അനുവദിച്ചിരുന്നത്. കഴിഞ്ഞ 9 മാസത്തിനുള്ളിൽ സർവകാല റെക്കോർഡ് ധനസഹായത്തിലേക്ക് എത്തുകയും ചെയ്തു. 1380 കോടി രൂപ കോർപ്പറേഷന് സർക്കാർ സഹായമായി നൽകിയിട്ടുണ്ട്. വേണു, ശരി. VA ഗിരീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ന്യൂസ് ക്ലിക്ക് കേസിൽ HR മേധാവി അമിത് ചക്രവർത്തി മാപ്പുസാക്ഷിയാകും. പട്യാല ഹൗസ് കോടതിയാണ് മാപ്പുസാക്ഷിയാകാനുള്ള അപേക്ഷ അംഗീകരിച്ചത്. നിതിൻ അംബുജൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ഡൽഹിയിൽ നിന്ന്. നിതിൻ, എന്താണ് ഈ നീക്കത്തിന് പിന്നിൽ? വേണു, ന്യൂസ് ക്ലിക്കുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ തന്നെ മാപ്പുസാക്ഷിയാക്കണമെന്ന് അമിത് ചക്രവർത്തി ന്യൂസ് ക്ലിക്കിലെ HR മേധാവി നേരത്തെ തന്നെ ഡൽഹി കോടതിയോട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിനെ തുടർന്ന് ഡൽഹി കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു. ഈ അപേക്ഷയാണ് ഇപ്പോൾ ഡൽഹി പട്യാല കോടതി അംഗീകരിച്ചിരിക്കുന്നത്. കേസിൽ ന്യൂസ് ക്ലിക്ക് മേധാവി HR മേധാവി അമിത് ചക്രവർത്തി മാപ്പുസാക്ഷിയാകും. തന്റെ പക്കൽ ഇതുമായി ബന്ധപ്പെട്ട് തെളിവുകൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ അമിത് ചക്രവർത്തി കോടതിയിൽ അറിയിച്ചിരിക്കുന്നത്. പോലീസിന്റെ അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും അമിത് ചക്രവർത്തി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ചൈനയിൽ ഫണ്ട് സ്വീകരിച്ചു എന്ന കേസിന്റെ ഒരു ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് ക്ലിക്കിനെതിരെ UAPA പ്രകാരം കേസെടുത്തത്. ഇപ്പോൾ അന്വേഷണം തുടരുന്നത്. ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനാണ് ഇപ്പോൾ അമിത് ചക്രവർത്തി മാപ്പുസാക്ഷിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. തന്റെ പക്കൽ ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടെന്നും കേസ് അന്വേഷണത്തിന് സഹകരിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നത്. തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതിയുടെ ആത്മഹത്യയിൽ കുടുംബം നാളെ മുതൽ സത്യാഗ്രഹമിരിക്കും. പ്രതികളെ പിടിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സത്യാഗ്രഹമിരിക്കുക. വിഷയത്തിൽ കുടുംബം നേരത്തെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, ഈ പ്രത്യക്ഷ സമരത്തിലേക്ക് കുടുംബം എത്തുന്നത് ഏത് സാഹചര്യത്തിലാണ്? വേണു, നേരത്തെ തന്നെ കുടുംബം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരമിരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ഇതിനുശേഷം ഇവർ മുഖ്യമന്ത്രിയെ കണ്ട മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നതായിരുന്നു ഇവരുടെ ഒരു പ്രതീക്ഷ. പക്ഷേ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിട്ട് പോലും ഈ വിഷയത്തിൽ പോലീസ് പ്രതികളെ പിടികൂടാത്ത ഒരു സാഹചര്യത്തിലാണ് പ്രത്യക്ഷ സമരത്തിനിറങ്ങാൻ കുടുംബം തീരുമാനിച്ചത്. ഇവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നാളെ മുതൽ സത്യാഗ്രഹ സമരമായിരിക്കും. രാവിലെ 10 മണി മുതലാണ് സമരം. പ്രതികളെ പിടിക്കുക എന്നത് തന്നെയാണ് ഇവരുടെ പ്രധാന ആവശ്യം. കാരണം മറ്റു പല കേസുകളിലും എളുപ്പത്തിൽ പ്രതികളെ പിടികൂടുന്ന പോലീസ് തങ്ങളുടെ വിഷയത്തിൽ പ്രതികളോടൊപ്പം ഒത്തുനിന്നുകൊണ്ട് വീഴ്ച വരുത്തുന്നു എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരസ്യ പ്രതിഷേധത്തിന് കുടുംബം കിടക്കുന്നു. പല കേസുകളിലും നിർണായകമായി എളുപ്പത്തിൽ പ്രതികളെ പിടിച്ചിട്ടുള്ള കേരള പോലീസിന് ഇതുവരെ 10 ദിവസം പിന്നിട്ടിട്ടും ഈ ഷഹന കേസുമായി ബന്ധപ്പെട്ട പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസ് ഇപ്പോഴും പറയുന്നത് ഞങ്ങൾ അന്വേഷിക്കുന്നു എന്നാണ്. പക്ഷേ ഒരു ഫലം ഉണ്ടാകുന്നത് കാണുന്നില്ല എന്നതാണ് നിലവിലെ സാഹചര്യം. വേണു, ജയശങ്കറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ വൻ സ്വർണ്ണവേട്ട. വിമാനത്തിന്റെ ശുചിമുറിയിൽ നിന്ന് 2 കോടി രൂപയുടെ സ്വർണം കണ്ടെത്തി. ദുബായിൽ നിന്നും വന്ന ഇൻഡിഗോ വിമാനത്തിൽ നിന്നാണ് സ്വർണം കണ്ടെത്തിയത്. കസ്റ്റംസ് അന്വേഷണം ആരംഭിച്ചു. സമീർ ബിൻ കരീം മലപ്പുറത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സമീർ ബിൻ കരീം, എന്താണ് വിശദാംശങ്ങൾ? വേണു, കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇന്നും സ്വർണം പിടികൂടിയിരിക്കുകയാണ്. വിമാനത്തിന്റെ ശുചിമുറിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു 2 കോടി രൂപ വില വരുന്ന 3 കിലോ 264 ഗ്രാം ഭാരമുള്ള സ്വർണ്ണക്കട്ടികൾ കസ്റ്റംസ് കണ്ടെത്തിയിരിക്കുന്നത്. കസ്റ്റംസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ്
ഇത്രയധികം സ്വർണം കണ്ടെത്തിയത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന്റെ നിരീക്ഷണങ്ങൾ എങ്ങനെയാണ്? അതായത് രണ്ട് തരത്തിലാണ് ഇവിടെ സ്വർണം ഒളിപ്പിക്കാൻ സാധ്യത. ഒന്ന്, വിമാനത്താവളത്തിലെയോ വിമാനത്തിലെ ജീവനക്കാർക്ക് സ്വർണം പുറത്തെത്തിക്കാൻ വേണ്ടി ഒരു യാത്രക്കാരൻ ഇവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചതാകാം. അതല്ലെങ്കിൽ ഈ സ്വർണം പിടിയിലാകുമെന്ന് ഉറപ്പ് എന്ന ഘട്ടത്തിൽ സ്വർണം ശുചിമുറിയിൽ ഉപേക്ഷിച്ചതാകാം. ഇങ്ങനെ രണ്ട് സാധ്യതയാണ് അതുമായി ബന്ധപ്പെട്ട് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. സംഭവത്തിൽ എന്തായാലും കസ്റ്റംസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു.